ഹായ്, നമസ്കാരം. ഏവർക്കും സ്വാഗതം. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഷോപ്പ് ലൈസൻസുകൾ പുതിയെടുക്കുന്ന അവസാന നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇതിന് ആവശ്യമായ രേഖകളെക്കുറിച്ചാണ് പറയുന്നത്. എല്ലാ ഷോപ്പുകൾക്കും വ്യത്യസ്തമായ രേഖകൾ ആവശ്യമാണ്. ഓരോ കാറ്റഗറി അനുസരിച്ച് വ്യത്യാസമുണ്ട്. എന്നിരുന്നാലും കോമണായി ആവശ്യമുള്ള രേഖകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം പറയുന്നു. അതോടൊപ്പം തന്നെ കുറച്ച് കടകൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ. സാധാരണയായി വരുന്നത് ആധാർ കാർഡ്, ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ, ഒരു ഫോട്ടോ, പിന്നെ ഷോപ്പിൻ്റെ ഒരു ഫോട്ടോ. ഷോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നിങ്ങൾ 2 വേസ്റ്റ് ബാസ്ക്കറ്റ് സ്ഥാപിച്ചിട്ടുണ്ടാവും. പ്ലാസ്റ്റിക്കേതര മാലിന്യങ്ങൾ നിക്ഷേപിക്കാനുള്ള വേസ്റ്റ് ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ടാവും. ആ വേസ്റ്റ് ബാസ്ക്കറ്റും ഷോപ്പിൻ്റെ ഫോട്ടോയും കാണുന്ന രൂപത്തിൽ ഒരു ഫോട്ടോ എടുക്കുക. ആ ഒരു ഫോട്ടോ അത് പ്രിൻ്റ് എടുക്കേണ്ട ആവശ്യമില്ല, വാട്സപ്പിലേക്ക് അയച്ചു കൊടുത്താൽ മതി. ചെയ്യുന്ന അക്ഷയ സെൻ്ററുകാരുടെ വാട്സപ്പിലേക്ക് അയച്ചു കൊടുത്താൽ മതി. ഓക്കെ, അവരത് എടുത്തോളും. പിന്നെ എന്താണ്, കെട്ടിട നികുതി 2025-26 വർഷത്തെ കെട്ടിട നികുതി അടച്ച റെസീറ്റ്. അതില്ലെങ്കിൽ അടച്ചു എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തണം. അടക്കാതെ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. ഓക്കെ, ഇനി കുറച്ച് ആൾക്കാർ ഫസ്റ്റ് പാർട്ട് അടച്ചിട്ടുണ്ടാവും. അപ്പോൾ സെക്കൻഡ് പാർട്ട് അടക്കാതെ നമുക്ക് അപ്ലിക്കേഷൻ മുന്നോട്ട് പോകില്ല. അപ്പോൾ ഈ വർഷത്തെ നികുതി പൂർണ്ണമായി അടച്ചു എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ ബിൽഡിംഗ് ഓണറോട് സംസാരിച്ച് അത് നിങ്ങൾക്ക് ക്യാഷ് വാങ്ങാൻ പറ്റുന്നത് നിങ്ങൾ അടച്ചതിന് ശേഷം മാത്രമേ അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതിൻ്റെ കൂടെ തന്നെ എന്നും കൂടി വേണം, നിങ്ങളുടെ നിലവിലുള്ള ഷോപ്പിൻ്റെ ലൈസൻസും കൂടി വേണം. ഓക്കെ, കാരണം ഈ പ്രാവശ്യം ഏപ്രിൽ മാസമാണ്, അടുത്ത മാസമാണ് തൊഴിൽ നികുതി പ്രൊഫഷൻ ടാക്സ് അടക്കുന്നത്. അപ്പോൾ പ്രൊഫഷൻ ടാക്സിന് പകരം വെക്കാനായി നിങ്ങളുടെ നിലവിലെ ലൈസൻസ് വെച്ചാൽ മതിയാവും. ഓക്കെ, ഇത്തരം കാര്യമാണ് കോമൺ ആയിട്ട് വരുന്നത്. ഇനി ഓരോ സ്ഥാപനങ്ങൾക്ക്, ഫുഡ് ആവശ്യമുള്ള സ്ഥാപനങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട വേസ്റ്റ്, ഇപ്പോൾ ഹോട്ടലെല്ലാം ആണെങ്കിൽ അവരുടെ വേസ്റ്റ് കൊണ്ടുപോകുന്ന ആൾക്കാരുടെ ഒരു സാക്ഷ്യപത്രം കൂടി വാങ്ങണം. പിന്നെ അതോടൊപ്പം തന്നെ മുടി, ഹെയർ സ്റ്റൈൽ മീൻസ് ബാർബർ ഷോപ്പ്, സ്പാ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവരുടെ വേസ്റ്റ് കൊണ്ടുപോകുന്ന അവരുടെ നിന്നും സർട്ടിഫിക്കറ്റ് വാങ്ങണം. ഓക്കെ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ വലിയ വലിയ മെഷീനറീസ് ഉപയോഗിക്കുന്ന വർക്ക്ഷോപ്പ് കാര്യങ്ങളിലാണെങ്കിൽ അവരുടെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ്, അതോടൊപ്പം തന്നെ അവരുടെ എന്താ പറയുക, വലിയ മെഷീൻ ഉപയോഗിക്കുന്നതിൻ്റെ ആയിട്ടുള്ള അംഗീകാരങ്ങളുടെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് വെക്കേണ്ടി വരും. ഓക്കെ, കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോ ലൈസൻസ് ആപ്ലിക്കേഷനും വ്യത്യാസമാണ്. ആ കാര്യം നോട്ട് ചെയ്യുക. അത് ഓരോ കാര്യങ്ങളും അക്ഷയക്കാർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അതുകൊണ്ട് എല്ലാ ഡോക്യുമെൻ്റ് എടുത്ത് എത്രയും വേഗം അക്ഷയ സെൻറ്ററിലേക്ക് എത്തുക. ലൈസൻസ് പുതുക്കൽ എത്രയും വേഗം കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും എത്രയും പെട്ടെന്ന് ലൈസൻസ് പുതുക്കി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ കാര്യങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. വീണ്ടും കാണാം. ബൈ.